ഒക്ടോബർ 12 നോർത്ത് ബിയറിലെ വിശുദ്ധ എഡ്വിൻ രാജാവും രക്തസാക്ഷിയും. സൗത്ത് നോർത്ത് ബിയറിലെ ഡെയ്റയിൽ 586 ജനിച്ചു. 633 ഇംഗ്ലണ്ടിലെ ഹാറ്റ്ഫീൽഡ് ചേസിൽ വെച്ച് പാഗൻ വെൽഷുകാരോടും മേഴ്സിയന്മാരോടും നടന്ന യുദ്ധത്തിൽ അദ്ദേഹത്തെ രക്തസാക്ഷിയായി കണക്കാക്കുന്നു. മതം മാറിയവർ, ട്രാപ്പുകൾ, ഭവനരഹിതരായ ആളുകൾ, രാജാക്കന്മാർ എന്നിവരുടെ രക്ഷാധികാരി. 586 ജനിച്ച എഡ്വിൻ തൻ്റെ പിതാവ് രാജസ്ഥാനത്ത് നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടപ്പോൾ പലായനം ചെയ്യാൻ നിർബന്ധിതനാവുകയും പ്രവാസത്തിൽ വളർത്തപ്പെടുകയും ചെയ്തു. ഒരിക്കൽ എഡ്വിനെ ഒരു അപരിചിതൻ കണ്ടുമുട്ടുകയും അവൻ തൻ്റെ സ്വന്തം രക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്നതെന്തും ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്താൽ തൻ്റെ രാജ്യം പുനഃസ്ഥാപിക്കുമെന്ന് പ്രവചിച്ചു. എഡ്വിൻ വാഗ്ദാനം ചെയ്തു. അപരിചിതൻ അവൻ്റെ തലയിൽ കൈവച്ച് ആ അടയാളം ഓർക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. ആ സംഭവത്തിന് തൊട്ടു പിന്നാലെ വൈവിധ്യമാർന്ന രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങൾ കാരണം എഡ്വിൻ ദൈറ രാജ്യം വീണ്ടെടുക്കുകയും നോർത്തുബ്രിയയുടെ രാജാവായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ മരിച്ചപ്പോൾ കെൻറ്റ് രാജാവിൻ്റെ മകളായ കത്തോലിക്ക രാജകുമാരി എദൽബർഗയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അവളുടെ മതം ആചരിക്കാൻ അവളെ അനുവദിക്കണമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും കത്തോലിക്ക വിശ്വാസത്തിൻ്റെ സത്യങ്ങൾ പഠിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. യോർക്ക് ആർച്ച് ബിഷപ്പും രാജ്ഞിയുടെ ചാപ്ലിനുമായ വിശുദ്ധ പോളിനോസിനെ അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. എഡ്വിൻ്റെ വധശ്രമം നടന്നെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു മകൾ ജനിച്ചു. ഈ രണ്ട് കാര്യങ്ങൾക്കും ശേഷം പടിഞ്ഞാറൻ സാക്സൺ രാജാവിനെതിരായ യുദ്ധത്തിൽ താൻ വിജയിച്ചാൽ മതം മാറുമെന്ന് വാഗ്ദാനം ചെയ്തു. അദ്ദേഹം വിജയിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് നിർത്തുകയും ചെയ്തു. എങ്കിലും വിജാതീയനായി തുടർന്നു. ഒരു ദിവസം ആർച്ച് ബിഷപ്പ് രാജാവിനെ സമീപിച്ച് അവൻ്റെ തലയിൽ കൈവച്ച് ഈ അടയാളം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. എഡ്വിൻ പണ്ടത്തെ അപരിചിതനെ ഓർമ്മിച്ചു. 627 ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹം മുൻ ജീവിതത്തെക്കുറിച്ച് അനുതപിക്കുകയും പരിവർത്തനം ചെയ്യുകയും മാമോദീസ സ്വീകരിക്കുകയും ചെയ്തു. മാതൃകാപരമായ ഒരു കത്തോലിക്കനും തൻ്റെ ജനതയുടെ അപ്പസ്തോലനുമായി തീർന്നു. മറ്റ് രാജ്യങ്ങളിൽ കത്തോലിക്ക വിശ്വാസം പ്രചരിപ്പിക്കാനും സഹായിച്ചു. 633 ഒക്ടോബർ 12 പുറംജാതീയ രാജാക്കന്മാർ നോർത്തുബ്രിയയെ ആക്രമിക്കുകയും എഡ്വിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. എഡ്വിൻ വിശ്വാസത്തിൻ്റെ രക്തസാക്ഷിയായി തീർന്നു.